ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാംഗോ കേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതൊരു 500 ഗ്രാം മാംഗോ കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എന്താ പറയുക മാംഗോ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു കപ്പോളം വരും. നല്ല മാംഗോ എടുക്കാൻ നോക്കാം. നാര് കുറഞ്ഞ മാംഗോ എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്തായിരുന്നു ഓർമ്മ കിട്ടുന്നില്ല മാംഗോൻ്റെ പേര്. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ പേരാട്ടോ ഈ ഒരു മാംഗോക്ക്, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ അത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിൽ ഷുഗറൊന്നും ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതായത് പ്ലെയിനായിട്ട് നമ്മൾ ഈ ഒരു മാംഗോ ഒന്ന് നല്ല രീതിയിൽ അരച്ചെടുക്കുക. അത് നമ്മളൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, ചെറുനാരങ്ങാ നീരാണേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ചിൻ്റെ നീര് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര, എത്ര പഞ്ചസാര നിങ്ങൾക്ക് വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറവാണെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുക. ഒരു 2-3 മിനിറ്റ് മതി. കണ്ടില്ലേ, ഈ ഒരു പരിവാകുമ്പോൾ ഈ ഒരു ഷുഗറൊക്കെ നല്ല രീതിയിൽ മെൽറ്റായി നല്ലൊന്ന് കുറുകി വരുന്ന ഒരു രീതിയിൽ എടുത്തിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇതാണ് ഫില്ലിങ്സിൽ കൊടുക്കേണ്ടത്. അതുപോലെ ഒരു 500 ഗ്രാം വാനില കേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മിൽക്കാണ് നമ്മളിവിടെ വെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മിൽക്ക് മെയ്ഡും കുറച്ച് പഞ്ചസാരയും ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പാല് നല്ല രീതിയിൽ തിളപ്പിച്ചെടുത്തതാണ്. അതിലേക്ക് നമ്മൾ ഈ ഒരു മാംഗോ പ്യൂരിയും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫില്ലിങ്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. നിങ്ങളിപ്പോൾ ഷുഗർ സിറപ്പാണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് കുറച്ച് മാംഗോ പ്യൂരി ആഡ് ചെയ്താലും മതി. അപ്പോൾ കൂടുതലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു കേക്ക് ബേസ് വെച്ചിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് നമ്മൾ ഇതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് വെറ്റ് ചെയ്തെടുക്കുക. വെറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു മാംഗോൻ്റെ ഈ ഒരു പൾപ്പ്, അതായത് ഈ ഒരു പ്യൂരി ഉണ്ടാവും, അത് നമ്മൾ കേക്കിൽ തന്നെ നല്ല രീതിയിൽ അബ്സോർവ് ചെയ്യുന്ന രീതിയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാംഗോ മിക്സ് ഒക്കെ വാങ്ങാൻ കിട്ടും, അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ക്രീമിലൊക്കെ അത് ആഡ് ചെയ്യാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ പ്യുവറായിട്ടാണ് ചെയ്യുന്നത്, എല്ലാം നമ്മുടെ ഹോം മെയ്ഡ് സാധനങ്ങൾ തന്നെ യൂസ് ചെയ്തിട്ട്. ഫസ്റ്റ് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ക്രീമാണ് കേട്ടോ ലെയറിൽ കൊടുക്കുന്നത്. ആ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് മാംഗോൻ്റെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ക്രീം കൊടുക്കുക. ഞാൻ ഇതൊരു 2 ലെയർ കേക്കാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഫില്ലിങ്സ് സെൻറ്ററിൽ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മിൽക്ക് മെയ്ഡാണ് ആദ്യം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഒന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രീമിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ഫില്ലിംഗ് ആയിട്ട് തന്നെ കൊടുക്കാന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു മാംഗോ പ്യൂരി നമ്മൾ നല്ല രീതിയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. നല്ല ഫ്ലേവർ കിട്ടും, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പ്യൂരിക്ക്. അങ്ങനെ അത് സ്പ്രെഡാക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മാംഗോൻ്റെ എന്താ പറയുക മാംഗോ കഷ്ണങ്ങളുണ്ടല്ലോ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബൗണ്ടറി പോലെ നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫില്ലിങ്സ് നല്ല രീതിയിൽ വൃത്തിക്ക് ചെയ്യാനും പറ്റും. എന്താ പറയുക ഇളകിപ്പോവാതെ ഇരിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ ഒരു ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ടുള്ള നമ്മുടെ മാംഗോയുടെ കഷ്ണങ്ങൾ ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. ലെവൽ ചെയ്തിട്ട് നമ്മൾ നല്ല രീതിയിൽ ഫില്ലിങ്സ് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിത് കടിക്കുമ്പോൾ ഈ ഒരു മാംഗോസും കൂടെ ഇങ്ങനെ നമുക്ക് ഒരു ക്രഞ്ചിന് കിട്ടുമ്പോൾ, ഒരു കടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഫില്ലിങ്സ് ഈ ഒരു കേക്കിൻ്റെ കേട്ടോ. അപ്പോൾ അതിന് ശേഷം അടുത്ത ലെയർ കേക്ക് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്താ പറയുക നല്ലോണം ലെവൽ ചെയ്ത് ഈ ഒരു ക്രീം നമ്മൾ ഒരു യെല്ലോയിഷ് കളർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ക്രീമിലേക്ക് മാംഗോയുടെ പൾപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാംഗോക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴും എൻ്റെ വായിലായ ഒരു മാംഗോൻ്റെ പേര് കിട്ടുന്നില്ല. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ പേരായിരുന്നു, എന്തായിരുന്നു എന്ന് ഓർമ്മയില്ല. റാസിക്ക് ഓർമ്മയുണ്ടോ? റാസി, മാംഗോൻ്റെ പേര് ഓർമ്മയുണ്ടോ? അവൻ ഉറങ്ങി. അപ്പോൾ ഈ ഒരു ക്രീമിലേക്ക് ഞാൻ ഈ ഒരു മാംഗോയുടെ പൾപ്പും കൂടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മാംഗോ ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതെടുത്തത്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് നല്ല കളർ കണ്ടില്ലേ നമ്മുടെ ക്രീമിന്, ഒരു ലൈറ്റ് യെല്ലോ കളർ വരാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ യൂസ് ചെയ്യാം കേട്ടോ, യെല്ലോ കളർ. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഞാൻ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, പെട്ടെന്ന് തന്നെ ഫുള്ളായിട്ടുള്ള ഒരു എന്താ പറയുക ഫിനിഷ് കോട്ടൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു.
500 ഗ്രാം ആയതുകൊണ്ട് തന്നെ ചെറിയ കേക്കാണ് കേട്ടോ ഇത്. മാക്സിമം ഞാൻ നല്ല രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഫീഡ്ബാക്കൊക്കെ നല്ല ഫീഡ്ബാക്കായിരുന്നു. അപ്പോൾ ഇതൊരു മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അവർ 2 കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മാംഗോ കേക്കും പിന്നെ ഒരു രസമലായി കേക്ക്. ഞാൻ ഫസ്റ്റ് ടൈമാണ് രസമലായി ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ ഇടാം. അപ്പോൾ നല്ല രീതിയിൽ ഫിനിഷ് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗ്ലേസാണ് കേട്ടോ, കേക്ക് ഗ്ലേസാണ്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. അതൊരു 2-3 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് എത്ര വേണോ അതെടുക്കാം. നമുക്ക് ഇതിൻ്റെ ഈ ഒരു കേക്കിൻ്റെ മുകളിൽ ഒരു ഗ്ലേസ് എന്താ പറയുക ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ മാംഗോ പ്യൂരി തന്നെ മിക്സ് ചെയ്യാം. ആദ്യം ഒരു ജസ്റ്റ് എന്താ പറയുക ഒരു കട്ടിയായിട്ട് ഇരിക്കുക. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അത് നല്ല ഒരു എന്താ ലൂസി കൺസിസ്റ്റൻസിയിൽ എടുക്കണം. അപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമുക്ക് എത്രയാണ് വേണ്ട അതിനനുസരിച്ച് ഗ്ലേസ് എടുക്കുക, പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ടുണ്ടാവും ഈ ഒരു ഗ്ലേസ് കേട്ടോ. പ്ലെയിൻ ഗ്ലേസ് ആണ്. അപ്പോൾ കണ്ടില്ലേ, അത് നമ്മൾ ഈ കേക്ക് നല്ല രീതിയിൽ ഫ്രീസറിൽ വെച്ചിട്ട് ഞാനൊരു 3 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷമാണ് ഇത് ഒഴിക്കുന്നത്. അല്ലെങ്കിൽ ക്രീമും ഈ ഒരു ഗ്ലേസൊക്കെ കൂടി ഒന്നാകെ ഒരു വൃത്തിയില്ലാതായി പോകും കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം നമ്മളൊരു 3 hours എങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ വരുന്നുണ്ട്. ഞാൻ ഡ്രിപ്പൊന്നുമില്ല. ഈ ഒരു ഡിസൈന് ഇങ്ങനെയായിരുന്നു കേട്ടോ, ഇങ്ങനെ ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിലുള്ള താഴെയിൽ പിറ്റേ ദിവസം ഞാൻ ഡെലിവറി ചെയ്യുന്ന കുറച്ച് മുന്നെയാണ് ഈ ഒരു ഡിസൈനൊക്കെ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഐസ്ക്രീം ക്യൂബ്, ബിസ്ക്കറ്റ് ക്യൂബ് വാങ്ങാൻ കിട്ടും നമുക്ക് ഷോപ്പിലൊക്കെ. ചെറിയ പൈസയുള്ളൂ. ഒരു പാക്കറ്റിൽ തന്നെ 10-20 എണ്ണമൊക്കെ ഉണ്ടാവും. ഒരു 30 റുപ്പീസിനൊക്കെ കിട്ടും. പക്ഷേ ഒരു ബിസ്ക്കറ്റിൻ്റെ വേറൊരു നല്ല ക്വാളിറ്റി ഉള്ളത് നമുക്ക് കേക്ക് ഷോപ്പിലൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ എനിക്കന്ന് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഐസ്ക്രീമിൻ്റെ ഹോൾസെയിൽ ഷോപ്സ് ഉണ്ടാവുമല്ലോ, അവിടെ നിന്ന് ഒരു പാക്കറ്റ് ഇങ്ങനത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നു 30 റുപ്പീസിന്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലുപ്പമുള്ളതായിരുന്നു. അപ്പോൾ ഈ മാംഗോസ് അവിടെ ഇവിടെ ഒന്നും നിൽക്കാത്തപ്പോൾ ഞാൻ ചെറിയ നമ്മുടെ ഈ ഒരു സ്റ്റിക്സ് ഒക്കെ ഉണ്ടല്ലോ, വുഡ് സ്റ്റിക്സ്, അത് കഷ്ണങ്ങളാക്കിയിട്ട് അതിലിങ്ങനെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു ഇതിൽ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തു. അപ്പം ജസ്റ്റ് ഒന്ന് അവിടെ തന്നെ നല്ല രീതിയിൽ പേസ്റ്റായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ക്രീമും ഒരു ഐസ്ക്രീമിൻ്റെ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ലൊരു ഡിസൈനാണ് കേട്ടോ ഇത്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടുള്ളൊരു ഡിസൈനാണ്. എനിക്കത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമറിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ മിൻറ്റ് ലീഫും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു ലുക്കാണ് കേട്ടോ, ഒരു എലഗൻറ്റ് ലുക്ക്. കംപ്ലീറ്റ് ഒരു എന്താ പറയുക മാംഗോ കേക്കാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ.